ലൈഫ് നോക്കുകയാണെന്നുണ്ടെങ്കില്, നമുക്ക് 2 കണക്ഷൻസ് ആണ് വരുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്റേണൽ വേൾഡും, മറ്റേന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ വേൾഡും. അതായത് നമുക്ക് ഇന്റേണൽ വേൾഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബാഹികമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ആന്തരികമായിട്ടുള്ള കാര്യങ്ങൾ. ഇതിനെ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ശരീരത്തിനകത്തുള്ള നമ്മുടെ കിഡ്നിയെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. നമ്മുടെ ഹാർട്ടിനെ കാണാൻ പറ്റുന്നില്ല. നമുക്ക് ലിവറിനെ കാണാൻ പറ്റുന്നില്ല. അതുപോലെ നമ്മുടെ സ്റ്റൊമക്ക് കാണുന്നില്ല. ഇൻഡസ്ട്രീൻ ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതേസമയം നമുക്ക് ഫിസിക്കലായിട്ട് ഇപ്പം നമ്മുടെ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിൽക്കുമ്പം നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ് നമുക്ക് എത്ര ഹൈറ്റ് ഉണ്ട്, നമുക്ക് എത്ര വെയിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ മാത്രം കാണാനായിട്ട് പറ്റും. അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മുടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് പറയുന്നത്. അപ്പം ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴും കാണണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇന്റേണൽ എന്താണോ, അല്ലെങ്കിൽ ഉള്ളിനകത്തുള്ളത് എന്താണോ, അതാണ് പുറത്തോട്ട് അല്ലെങ്കിൽ ബാഹ്യമായിട്ട് പ്രകടിപ്പിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്കെല്ലാം മണി ആയിട്ടുള്ള പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ, ഈ മണിയുടെ പ്രോബ്ലം കിടക്കുന്നത് ഒരിക്കലും പുറത്തോട്ടല്ല. ഈ മണിയുടെ പ്രോബ്ലം കിടക്കുന്നത് നമ്മുടെ അകത്തോട്ടാണ് പ്രോബ്ലം കിടക്കുന്നത്. ചിലപ്പോ നമ്മൾ ഇന്നലെ പറഞ്ഞ കണക്ക് ഈ കുറേ പഴയ കുറേ ബിലീഫുകൾ കാണും. ഈ പണം മരത്തിൽ കായ്ക്കുന്നില്ല, പണം ഒരുപാട് കഷ്ടപ്പെട്ടാൽ മാത്രമേ കിട്ടുകയുള്ളൂ എന്നുള്ള കുറേ ചിന്താഗതികളിൽ നമ്മുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ അടിഞ്ഞടിഞ്ഞ് കിടക്കുന്നത് കൊണ്ടാണ് ഈ പറയുന്ന ഇന്റേണൽ വേൾഡിനകത്ത് കുറേ സംഭവങ്ങൾ കിടക്കുന്നതുകൊണ്ടാണ് അത് എക്സ്പ്രസ് ചെയ്യുന്നതാണ് ഔട്ട്സൈഡ് എന്ന് പറയുന്ന കാര്യം. ഇപ്പൊ ഇതിനകത്ത് ഒരുപാട് പേര് ഇന്നിപ്പോ ഞാൻ ഫീഡ്ബാക്ക് വായിച്ച സമയത്തും എനിക്ക് മനസ്സിലായ കാര്യം, നമുക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. പക്ഷെ എന്തൊക്കെയോ നമുക്ക് തടയും.